മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ദേവിക ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ദേവിക, ഈ അറസ്റ്റ് നടപടികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇമ്രാൻഖാനെ. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനരോഷത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഇമ്രാൻഖാൻ ജനങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ അനുയായികൾ അല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്ന ആൾക്കാരോട് ഇമ്രാൻഖാൻ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ, സ്വതന്ത്ര പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. ഇപ്പോൾ പാർട്ടിപരമായിട്ടുള്ളതൊന്നുമല്ല, സ്വതന്ത്രമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ രാജ്യമെമ്പാടും നടത്തണമെന്ന് ഇമ്രാൻഖാൻ പറയുകയുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ കാരണം സേനാ മേധാവിയാണ്, അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പ്ലാനുകളും ഇട്ടത് സേനാ മേധാവി ഷെരീഫാണ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇമ്രാൻഖാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഇമ്രാൻഖാൻ ഇത്തരത്തിലൊരു ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശരിക്കും ജനരോഷം കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇമ്രാൻഖാന്റെ അറസ്റ്റ് അല്ലെങ്കിൽ നാടകീയമായൊരു അറസ്റ്റിലൂടെ ഇമ്രാൻഖാനെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പിടികൂടിക്കൊണ്ട് പോകുമ്പോൾ ആ നിമിഷം മുതൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ജനരോഷമുണ്ട്. അത് വളരെ വലുതാണ്. അതിനിപ്പോഴും ഒരു ശാന്തി പൂർണ്ണമായിട്ടും ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ പാകിസ്ഥാൻ പട്ടാള ഭരണം വരും, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല എങ്കിൽ പോലും സേനാ മേധാവി തന്നെ പറഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഇമ്രാൻഖാൻ പറയുന്നത് അതായത് സൈന്യത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ കൂട്ടുനിന്നത്. അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് തന്നെ പിടികൂടിയത്. അത്തരത്തിൽ അവരുടെ ഒരു അധികാരം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അധികാരത്തിലേക്ക് വരാനുള്ളൊരു വഴിയായിട്ടാണ് തൻ്റെ ഈ അറസ്റ്റിനെ അവർ കാണുന്നതെന്നും തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ നാടകീയമായ രീതിയിലൊരു അറസ്റ്റ് ഉണ്ടായതെന്നും ഇമ്രാൻഖാൻ പറയുകയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഹൈക്കോടതിയുടെ ജനാല ചില്ലുകൾ പോലും പൊട്ടിച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, പാകിസ്ഥാന്റെ ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതിർത്തി പ്രദേശങ്ങൾ പോലും കലുഷിതമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാക് പഞ്ചാബിനും എന്തിനു വേണ്ട ഇന്ത്യയിലെ പഞ്ചാബിൽ പോലും നിരോധനാജ്ഞ പോലും ഇടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിവെച്ചൊരു കാര്യമായിരുന്നു ഇമ്രാൻഖാന്റെ അറസ്റ്റ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം മോചിതനായി തന്റെ വസതിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സേനാ മേധാവിയാണ് തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ കീഴ്പ്പെടുത്താനുള്ള എല്ലാ പ്ലാനുകളും ഇട്ടത്. അദ്ദേഹം തന്നെയാണ് അറസ്റ്റിന് പിന്നിൽ ആ ഒരു ബ്രെയിനാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നെല്ലാം ഇമ്രാൻഖാൻ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. വളരെ റീസെന്റ് ആയിട്ട് ഏറ്റവും പുതുതായിട്ട് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രഖ്യാപനം നടത്തിയത്. ശരിക്കും ഇതൊരു കലാപാഹ്വാനമായിട്ട് വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും തനിക്കെതിരെ നടന്ന ഈ ഒരു അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇമ്രാൻഖാൻ നേരിട്ട് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ചെയ്തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അദ്ദേഹം ജയിൽ മോചിതനായ ശേഷമാണ് ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇമ്രാൻഖാൻ ജനരോഷത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്.